കഴിഞ്ഞ ആഴ്ച ഞാൻ പാടിയ പാട്ട് കേട്ട് ചിലർ യേശുദാസാണോ എന്ന് സംശയിച്ചു. സാമ്യം വന്നതിൽ വിവരിക്കുന്നു എൻ്റെ പുതിയ പാട്ട്. കക്ക 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 കാവലി കാക്കേ കളക്കണ കൊക്കോ കൊക്കോ കക്ക കക്ക പിന്നെ വിളിക്കാം. എടി എൻ്റെ വാട്സപ്പ് മ്യൂസിക് കോമ്പറ്റീഷനിൽ പുതിയ പാട്ട് പാടി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വാട്സപ്പ് നോക്കിയിരുന്നോ? വായിലോട്ടൊന്നും പോകണ്ട. അതിന് ഞാൻ ചൂണ്ടയിടാൻ പോകുന്നില്ലേ? ഓ, തന്റെ ചൂണ്ടയിടലൊക്കെ എനിക്കറിയാം. ഞാനേ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോണേ. അതാ നല്ലത്. ആ റേഷൻ കാർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റേഷൻ കാർഡിൽ പോയിട്ട് പച്ചക്കറി മേടിച്ചു വെച്ചേക്കട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞു വെച്ചേക്ക്. പിന്നെ മീൻകാരൻ വരുമ്പോ കുറച്ച് മീൻ മേടിച്ചു വെച്ചേക്ക്. നല്ല മീനാണെങ്കിൽ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കാൻ നിൽക്കണ്ട, വെട്ടി തേച്ച് അങ്ങോട്ട് കറി വെച്ചോട്ടാ. ഇന്ന് പാത്രം കഴുകി വെച്ചേക്കാം. അതിന്ന് പാത്രം കഴുകി വെക്ക്. പിന്നില്ലേ, അലമാരിയുടെ താക്കോലും അന്വേഷിച്ച് നടക്കണ്ട. അതും തപ്പി എന്നെ വിളിക്കാനും നിൽക്കണ്ട. അത് എന്റെ കയ്യിലുണ്ട്, കേട്ടല്ല? നീ എന്നെ ഉപേക്ഷിച്ച് പോണേണ? ഉപേക്ഷിച്ചിട്ട് പോണല്ല, അപേക്ഷിച്ചിട്ട് പോണാൻ. ദൈവത്തെ ഓർത്തി വീട് ഇങ്ങനെ തന്നെ ഇവിടെ വെച്ചേക്കണം കേട്ടോ. വർത്താനം കേട്ടാ ഞാൻ എന്തായാലും ഉത്തരവാദിത്തമില്ലാത്തൊരു ഭർത്താവിനെ പോലെയുള്ള എന്റെ പെരുമാറ്റം. ഇതിങ്ങോട്ട് താ. എടി അത് എന്റെ മൊബൈലാണ്. ആ തന്റെ ഫോണാണ് എനിക്ക് വേണ്ടത്. അപ്പൊ കൊച്ചിന്റെ ഇരിക്കണ ആ മൊബൈൽ നിന്റെ മൊബൈലല്ലേ? ഇത് എന്റെ മൊബൈൽ. അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. തന്റെ അടുത്ത് എത്ര നാളായി ഞാൻ പറയുന്നത് ആ ബാത്റൂമിൽ ഓട്ടയിൽ നടക്കാൻ ഒരാളെ കൊണ്ടുവരാൻ? ഇതുവരെ നടന്നിട്ടില്ല. 2 ആഴ്ചയായി ഞാൻ പറഞ്ഞേക്കണം. കുളിമുറിയുടെ ഓട്ട എന്റെ ഓട്ടയുള്ള കുളിമുറിയിൽ ആരും ഇതുവരെ ഒന്നും കുളിക്കാറില്ല. നീ കുളിക്കുമ്പോ മാത്രമാണ് അതിനകത്ത് പ്രശ്നം. എടോ, ഇന്നലെയും കൂടി ഞാൻ കുളിച്ചിട്ടുണ്ടപ്പോ ആ ഓട്ടയിൽ കൂടി ആരാണ്ട് എത്തി നോക്കിയടോ. കയ്യിലിരിക്കുന്ന കമ്പെടുത്തൊരു ഒറ്റ കുത്തങ്ങോട് കുത്തി. ആ കുത്തുതേ ഇവിടെയാണ് വന്നുകൊണ്ട് കുറച്ചും കൂടി മാറിയിരുന്നെങ്കിൽ കണ്ണി കൊണ്ടേനെ. നിങ്ങളാണ് അതിലെത്തി നോക്കിയത്? ഇതല്ലാതെ നാട്ടുകാർ പറഞ്ഞു അതിലേക്ക് കൂടി നോക്കി എന്തൊക്കെ കാണുമെന്ന്. വല്ലതും കാണുമെന്ന് അറിയാൻ വേണ്ടിയാണ് എത്തി നോക്കിയത്. വേദനിച്ച ചെറിയൊരു മരവിപ്പുണ്ട്, ഇപ്പോഴും മാറിയിട്ടില്ല. തന്റെ അടുത്ത് സംസാരിച്ചെന്നാലേ എന്റെ സമയം പോകും. എനിക്ക് കുടുംബശ്രീ പോയിട്ട് പ്രസംഗിക്കാനുള്ളത്. പ്രസവിക്കാനല്ല, പ്രസംഗിക്കാൻ. ആദ്യം അത് പറഞ്ഞു പഠിച്ചിട്ട് പോ. കട്ടൻ ചായ തരാതെയുള്ള പോക്കാണ് നീ പോണ കേട്ടോ. തനിക്കിപ്പോ എന്താ വേണ്ട? കട്ടൻ ചായ വേണം, പാൽ ചായ വേണം? പാല് ചോദിച്ചാലും കട്ടനല്ലേ തരുവുള്ളൂ. പാലുണ്ട്, ഞാൻ പട്ടിക്ക് കൊടുക്കണ്ട, കുടിച്ചാ നോക്കട്ടെ. പിന്നെ പട്ടി കൊടുത്ത പാലല്ലേ എനിക്ക് തരാനുള്ളത്. നീ പോ, നീ അത് കുടുംബശ്രീ പോ. ഞാൻ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ശരിയാക്കി തരാം. ഉടുത്തൊരുങ്ങി എടുത്തൊരുങ്ങി അങ്ങനെ നടക്കണേന്ന്. കുടുംബാവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ടും മിസ് കേരള മത്സരത്തിൽ പോണ പോലെ. എനിക്കെല്ലാം അറിയാവും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണേണ്.